നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. പ്രബുദ്ധ കേരളം ലോകത്തിനു മുൻപിൽ തലകുനിച്ചു നിൽക്കേണ്ടി വരുന്ന തരത്തിലുള്ള നീചമായ വാർത്തകളാണ് ഓരോ ദിവസവും പുറം ലോകം അറിയുന്നത്. സ്ത്രീധനം നിയമം മൂലം നിഷേധിച്ച ഈ നാട്ടിൽ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പീഡനത്തെ തുടർന്ന് കൊല ചെയ്യപ്പെടേണ്ടി വരുന്ന എത്രയോ പെൺകുട്ടികളിൽ നിലവിൽ അവസാനത്തെ ആളായിരിക്കുകയാണ് കൊല്ലം സ്വദേശിനിയായ തുഷാര എന്ന 27-കാരി. 2 ലക്ഷം രൂപ സ്ത്രീധനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് തുഷാരയെ ഭർത്താവും അമ്മായിയമ്മയും ചേർന്ന് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീകൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ഇന്ത്യയോട് പറയുന്ന സ്ത്രീ സുരക്ഷ എല്ലാറ്റിനും മുകളിൽ എന്ന് പ്രഖ്യാപിക്കുന്ന നമ്മുടെ കേരളത്തിലാണ് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. പഞ്ചസാര വെള്ളവും കുതിർത്ത അരിയുമാണ് അവൾക്ക് ഭക്ഷണമായി നൽകിയിരുന്നത്. മരണാവസ്ഥയിൽ വെറും 20 കിലോ ഭാരമാണ് തുഷാരയ്ക്കുണ്ടായിരുന്നത്. ഒരു മനുഷ്യന് ആത്യന്തികമായി നിലനിന്നു പോവാൻ ഏറ്റവും ആവശ്യമുള്ള ഘടകം വരെ നിഷേധിക്കപ്പെടുന്ന പെൺകുട്ടികൾ ഈ കാലഘട്ടത്തിലുമുണ്ട് എന്നതാണ് ഏറ്റവും ദുഃഖകരം. സ്ത്രീധനം പോലെയുള്ള ഏറ്റവും വൃത്തികെട്ട ഈ പ്രഹസനങ്ങൾ എത്ര ജീവിതങ്ങളെയാണ് തച്ചു തകർക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരം അപകടങ്ങളോടും അവസ്ഥകളോടും നമ്മുടെ പെൺകുട്ടികൾ നിശബ്ദത പാലിക്കുന്നു എന്നതാണ് ചിന്തിക്കേണ്ടുന്ന വിഷയം. വിവാഹം കേവലം ബാധ്യതയായി മാതാപിതാക്കൾ അടങ്ങുന്ന സമൂഹം കാണുന്നിടത്തോളം, ഭർത്താവ് തന്റെ പൂർണ്ണ അധികാരിയാണെന്ന് ഓരോ പെൺകുട്ടിയും പറയുന്ന കാലത്തോളം ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമൊക്കെ ആർക്കൊക്കെയോ വേണ്ടി പണയം വെച്ച് ജീവിതം വെറുതെ അങ്ങ് തള്ളി നീക്കുന്ന എത്രയോ സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. വ്യവസ്ഥാപിതമായ ഈ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പുറത്തു വരാതെ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമെന്ന ബോധ്യം വരുന്നതുവരെ സ്ത്രീ സുരക്ഷയും ശാക്തീകരണവുമൊക്കെ പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നു. നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും നേടണമെന്നാണ് നാം നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ആരുടെയും മുൻപിൽ അടിയറവ് വയ്ക്കാത്ത ആത്മാഭിമാനമുള്ള സ്വയം പര്യാപ്തത നേടിയ സ്ത്രീ സമൂഹത്തിനെ ഈ അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. താൻ നേരിടുന്ന ചൂഷണവും ബുദ്ധിമുട്ടുകളുമൊക്കെ അലങ്കാരമായി സഹിച്ചുകൊണ്ട് നടക്കാതെ കൃത്യമായി പ്രതികരിക്കാനും പ്രവർത്തിക്കാനും ഓരോ പെൺകുട്ടിക്കും കഴിയട്ടെ. തുഷാരയ്ക്ക് സംഭവിച്ചതുപോലെ ഇനി ഒരു പെൺകുട്ടിക്കും സംഭവിക്കാതിരിക്കട്ടെ. സ്വന്തം ശരീരത്തിന്റെയും മനസ്സിന്റെയും പൂർണ്ണ അധികാരി താൻ തന്നെയാണെന്ന് ഓരോ സ്ത്രീയും തിരിച്ചറിയട്ടെ. അതിനുവേണ്ടിയുള്ളതാവട്ടെ നമ്മുടെ ശാക്തീകരണവും സുരക്ഷയും.